സത്യത്തിൽ സായിക്ക് പണി പാളിയോ? അങ്ങനെ പാളിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് സായിക്ക് പണി പാളിയത്? അതിൽ പ്രേക്ഷകർക്കും ഒരു പങ്കുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്കറിയാം, ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് കയറുന്നു എന്നറിഞ്ഞപ്പോൾ, അതിൽ സായി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷ സായിലായിരുന്നു. മറ്റ് 5 പേരുണ്ടെങ്കിൽ കൂടി അതിനൊപ്പം കയറുന്ന സായിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷ വെക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ബിഗ് ബോസ് കണ്ട് അപ്പപ്പോൾ അതിനെക്കുറിച്ച് വിലയിരുത്തി, അതിലെ തെറ്റുകളും കുറ്റങ്ങളും ശരികളും എല്ലാം വിലയിരുത്തി തൻ്റെ സീക്രട്ട് ഏജൻറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമായിട്ട് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് സായി. അതും ധൈര്യസമേതം, പല സായി ഇടപെട്ട കാര്യങ്ങളും ധൈര്യസമേതമാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സായി അവതരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സായി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ, ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സായി. അപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ സായിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കാരണം സായി അവിടെ എത്തിക്കഴിഞ്ഞാൽ ജാസ്മിൻ, ഗബ്രി, അതേപോലെ തന്നെ അൻസിബ, ഋഷി, അതേപോലെ തന്നെ ജിൻഡോ എല്ലാവരെയും പൊളിച്ച് കയ്യിൽ കൊടുക്കും. ഭയങ്കര ഒരു മാസായിട്ട് സായിയിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചു. അവിടെ പ്രേക്ഷകർക്കും അമിത പ്രതീക്ഷ കൊടുത്തതിൽ ഒരു തെറ്റ് പറ്റി. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇനി നാളെ സായി എന്തായി തീയായി മാറുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിലവിലെ ആ ബിഗ് ബോസിലേക്ക് കയറിയ വൈൽഡ് കാർഡിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുത്തത് സായിലായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ, പ്രേക്ഷകരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് അഭിഷേക് ശ്രീകുമാർ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സായിക്ക് പാളിച്ച പറ്റിയത് സായി ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് പുറത്ത് നടന്ന കാര്യങ്ങളും പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ച ആളെ വോയിസ് പ്രകാരമുള്ള കാര്യങ്ങളടക്കം ജാസ്മിനോട് പറഞ്ഞതാണ് സായിക്ക് പറ്റിയത്. സായി അത്തരം കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം പ്രേക്ഷകർക്കിടയിൽ ഭയങ്കരമായി വന്നു. അത് സായിക്ക് നെഗറ്റീവായി ബാധിച്ചു. അവിടെ സായി അടിപതറി, ആദ്യ ചുവടുവെപ്പിൽ അടിപതറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസം സായി എന്തായി മാറുന്നത് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് സായിനെ കുറിച്ചുള്ള, അതേപോലെ തന്നെ ഇപ്പോൾ വൈൽഡ് കാർഡിൽ വന്ന അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചുള്ള, അഭിഷേകാണ് ഇപ്പോൾ വൈൽഡ് കാർഡിൽ ഏറ്റവും അഭിപ്രായത്തിൽ മുന്നിലുള്ളത്. അപ്പോൾ സായിനെ കുറിച്ചും അഭിഷേകിനെ കുറിച്ചുമുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.